1 ശ്ലോകം 5. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സോമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. ഭഗവാനെ വിളിക്കുന്നതാണ് അവസാന 2 വരികൾ. ഹേ അജ, അല്ലയോ ജനനമില്ലാത്ത ഭഗവാനെ, നിർവ്യാപാരോ അപി, അങ്ങ് ഒരു പ്രവൃത്തിയും ചെയ്യാതെ പരബ്രഹ്മസ്വരൂപിയാണെങ്കിലും നിഷ്കാരണം, ഒരു കാരണവുമില്ലാതെ ഈ ക്ഷണം എന്നു പേരുള്ള ഒരു പ്രവൃത്തിയെ ചെയ്യുന്നു. തേന ഏവ, ആ നോട്ടം കൊണ്ട് തന്നെ പ്രകൃതി ലീനാ അപി, ലയിച്ചവൾ ആണെങ്കിലും അസതി കൽപ്പ, ഇല്ല എന്ന് തോന്നിച്ചതുമായ കൽപ്പാദികാലേ, പുതിയ കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ സൃഷ്ടി തുടങ്ങാറായപ്പോൾ ഭഗവാന്റെ ഈ ക്ഷണം ചെന്ന് പതിച്ചപ്പോൾ, ഭഗവാന്റെ നോട്ടം ചെന്ന് പതിച്ചപ്പോൾ ഉദേതി, ഇളകി സൃഷ്ടിക്ക് വേണ്ടി തയ്യാറാകുന്നു. സ്വമഹിമ വിഭവകുണ്ഠ, സ്വന്തം മഹിമകളെ കൊണ്ടും വിഭവങ്ങളെ കൊണ്ടും ആകുണ്ഠനായ ഭഗവാനെ, വൈകുണ്ഠത്തിൽ വസിക്കുന്ന വിഷ്ണു ഭഗവാനെ, സത്വം, അങ്ങനെയുള്ള ത്വം, നിന്തിരുവടി, തസ്യ, ആ മായയുടെ സത്വസ്വരൂപത്തിൻ്റെ കമപി, ഒരംശമെടുത്ത്, സംശുദ്ധം, ശുദ്ധമായതും, അതിരോധായകം, ഉള്ളിലുള്ള ചൈതന്യത്തെ മറക്കാത്തതുമായ ദധാസി, രൂപം എടുക്കുന്നു.